നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന അനിയും കുട്ടനെയും പിടിച്ചുകൊണ്ട് കുറേ ഗുണ്ടകൾ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് വേദയും വിക്രം കൂടെ ഒരു കാറിലേക്ക് വരുതേ. അങ്ങനെ വിക്രം വന്നിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച അനിയും കൂട്ടനെയും തൂക്കിയെടുത്തുകൊണ്ട് കുറേ ഗുണ്ടകൾ പോകുന്ന, അത് ശ്രീകാന്തും ചന്ദ്രശേഖരനും ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരുന്നത്. അങ്ങനെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് സഹിക്കാൻ പറ്റുമോ? വിക്രം പാഞ്ഞങ്ങോട്ടേക്ക് വരുവാണ്. വിക്രമിന് കാല് ശരിക്കും മേല, എന്നാലും വിക്രം ഗുണ്ടകളെ നേരിടുന്നുണ്ട്. അവന്മാരെ അവിടെ ഇട്ട് ഇടിച്ച് ഇഞ്ചപ്പരുവാക്കണം. അപ്പോഴേക്കും അനിയൻകുട്ടനും അപ്പോഴേക്കും ജോസഫും രാജേട്ടനും ഒക്കെ ഓടിയിറങ്ങി വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ഇട്ട് അവന്മാരെ അടിച്ചോടിക്കുവാണ്. വേദയെ കൊണ്ട് പറ്റുന്ന പോലെ വേദം ചെയ്തു. ഇടയ്ക്ക് വേദന ഒരുത്തനെ കയ്യെ പിടിച്ച് കറക്കി എറിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വന്നിട്ട് അവനെ തൊഴിച്ചെറിയുവാണ്. നല്ല രീതിയിൽ തന്നെ അമർക്കിട്ട് ചത കിട്ടി. പിന്നീട് ഒരുത്തനെ തൂക്കിയെടുത്തിട്ട് സത്യം പറയടാ, നിന്നെയൊക്കെ ആരെ എങ്ങോട്ടേക്ക് വിട്ടേന്ന് ചോദിച്ചു. പക്ഷേ അത് പറയാനായിട്ട് അതിന് ഗ്യാപ്പ് കിട്ടിയില്ല. അതിനിപ്പുറം അവൻ എന്ത് ചെയ്തു, പിടിപിടിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ്. അനിയൻകുട്ടനെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ച് വിക്രം, നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിച്ചു. അപ്പോഴും അനിയൻകുട്ടനാണെങ്കിൽ വല്ലാത്തൊരു വെപ്രാളത്തിലായിരുന്നു. അനിയൻകുട്ടൻ അപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് ആ സ്വബോധത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവരെന്നെ കൊല്ലുമെന്ന് മാത്രമായിരുന്നു അനിയൻകുട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ജോസഫും രാജേട്ടനും ഒക്കെ പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാണ് വിക്രം, അനിയൻകുട്ടനെ ഇല്ലാതാക്കാൻ വന്ന പുളിക്കനെ കൊന്നവരുടെ ആൾക്കാർ തന്നെയാണ്. കാരണം അനിയൻകുട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് അപകടമാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. സത്യങ്ങളൊക്കെയും വിളിച്ചു പറയുന്നു തോന്നി. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു നീക്കമായിട്ട് വന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അനിയൻകുട്ടനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല, പുളിക്കന് സംഭവിച്ചൊന്നും സംഭവിക്കാൻ പാടില്ല, അനിയൻകുട്ടനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒരു പക്ഷേ ഇനി അവന്മാരിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇനി ഒരു നിമിഷം പോലും നിൽക്കണ്ട വിക്രം, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എങ്ങോട്ട് പോകണം? ഈ സമയം രാജേട്ടൻ പറഞ്ഞു, അല്ല വേദ, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പിന്നാലെ തന്നെ ചിലപ്പം ആ ഗുണ്ടകൾ വരുമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അങ്ങനെ ആരും വരാത്തൊരു സ്ഥലത്തേക്ക് വേണം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രാജേട്ടൻ പറഞ്ഞു, അങ്ങനെയാണൊരു കാര്യം ചെയ്യാം, എനിക്ക് പരിചയത്തിലുള്ള ഒരാളുണ്ട്, അവർ വന്ന് നിങ്ങളെ കൊണ്ടുപോകും. ഇനി ഈ കാറിന് പോകുന്ന ആപത്താണ്, കാറ് ഒക്കെ അവന്മാർ നോട്ട് ചെയ്ത് കഴിഞ്ഞ് കാണും, അതുകൊണ്ട് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അനിയൻകുട്ടനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, അനിയൻകുട്ടനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ രാജേട്ടനൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച് സെറ്റ് ചെയ്യുവാണ്. കാരണം ഇനി കാറിന് പോയിട്ടുണ്ടെങ്കിൽ വഴി തടഞ്ഞ് അവന്മാർ പണി കൊടുക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് അപകടമാണ് താനും. പിന്നീട് രാജേട്ടനോടും ജോസഫിനോടും ഒക്കെ പറഞ്ഞ്, നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അപകടം ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, സൂക്ഷിക്കണോടാ വിക്രം എന്ന് പറഞ്ഞു. ആ സമയം വേദ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, വിക്രത്തിന് ഒരു ആപത്തും വരാൻ ഞാൻ നോക്കിക്കോളാം, സേഫായിരിക്കും വിക്രം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനിയൻകുട്ടനെ രക്ഷിക്കേണ്ടത് അവരുടെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? കാരണം അനിയൻകുട്ടൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ മാത്രമേ ഇനിയിപ്പം ഇതിൻ്റെ പിന്നിലുള്ള ശത്രുക്കൾ, ഈ പുളിക്കനെ കൊന്നതും വരുണ്ണെ ഇല്ലാതാക്കിയതും ആരാണ്, എന്താ ഏതാന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അവരവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുവാണ്. ആ സമയത്ത് ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് ഗുണ്ടകളിൽ ഒരാൾ വിളിക്കുകയാണ്. ഗുണ്ടകൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവനവിടെ വന്നിട്ടുണ്ടായിരുന്നു, ആ വിക്രം, അതെ, അവനെ പൊക്കിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രശേഖരൻ ദേഷ്യമായി. ചന്ദ്രശേഖരൻ പെട്ടെന്ന് തന്നെ സിയെ വിളിക്കുകയാണ്. സിയെ വിളിച്ചിട്ട് വിക്രം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അതുമാത്രമല്ല അനിയൻകുട്ടനെ അവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ലെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സിയെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ജോസഫും രാജേട്ടനും ഒക്കെ താമസിക്കുന്ന വാടക വീണ്ടും അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജോസഫും രാജേട്ടനും ഒക്കെ ഇറങ്ങിച്ചെന്നു. ഇറങ്ങിച്ചെന്നിട്ട് സിയെ വന്നിട്ട് ചോദിച്ചു, എന്തിയടാ അവന്മാരെന്ത് ചെയ്യുന്നു ചോദിച്ചു. ആരെ? അല്ല വിക്രമൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അറിയില്ല സാറേന്ന് പറഞ്ഞു. അറിയത്തില്ലെന്നോ? അവൻ്റെ കൂടെ വന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. കള്ളത്തരം പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ട്. പിടിച്ച് കയറ്റട അവന്മാരെ വണ്ടിയിലെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുവാണ്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിൻ്റെ കോള് വരുന്നേ. ശ്രീകാന്ത് വിളിച്ചിട്ട് സിയോട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേപ്പിൽ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി വഴി കിടക്കുന്നുണ്ടായിരുന്നു, റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ച് ഗുണ്ടകൾ ചാടി ഇറങ്ങി. പിന്നീട് ജോസഫിനെ രാജേട്ടനെ അവർ പിടിച്ചുകൊണ്ട് പോവാണ്.
പോലീസ് ജീപ്പെന്ന്. അപ്പോൾ സി ഐയും കൂടെ ചേർന്നിട്ടുള്ള ഒത്തുകളിയായിരുന്നത്. കാരണം സത്യങ്ങൾ തെളിയിക്കണമെങ്കിൽ ഇവന്മാർ കൂടെ വേണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ജോസഫും രാജേട്ടനും കൂടെ. അനിയൻകുട്ടനൊക്കെ എങ്ങോട്ടാണ് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവന്മാരെ പിടികൂടിയിട്ടാ കാര്യമുള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ അവന്മാരെയും കൊണ്ട് നേരെ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുപോകണം ആ ഗുണ്ടകൾ. ഇതേ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറഞ്ഞു, എന്താണെങ്കിലും അധിക ദൂരമൊന്നും അവന്മാർ രക്ഷപ്പെടാൻ വഴിയില്ല. എവിടെയാണെങ്കിലും രണ്ടെണ്ണത്തിനെ നമുക്ക് പിടികൂടണമെന്ന് പറഞ്ഞു. പോരാത്തതിന് അവനെ പൊക്കിക്കൊണ്ടല്ലേ പോയേക്കുന്നത് ആ അനിയൻകുട്ടനെ, അവനെ നമുക്ക് പിടികൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ 4 വഴിക്കും അവരന്വേഷണം തുടങ്ങുവാണ്. ഇതേ സമയത്ത് കാറും കൊണ്ട് കുറച്ച് ദൂരം പോയിട്ട് അവിടുന്ന് മറ്റൊരു വണ്ടിക്കാണ് വിക്രമും വേദയും അനിയൻകുട്ടനും കൂടെ പോകുന്നത്. അവിടെ ഒരു വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ ദൂരത്തേക്ക് പോവുകയാണ്. കാരണം ആരും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക്, ആർക്കും ഒരു സംശയമൊന്നും തോന്നാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കണം, ആരും തങ്ങളെ തേടി വരാനായിട്ട് പാടില്ല, പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനും പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോഡൗണിലേക്ക് ശ്രീകാന്ത് ചന്ദ്രശേഖരനും വരുവാണ്. ആ സമയത്ത് രാജേട്ടനെയും ജോസഫിനെയും ഒക്കെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുവാണ്. സത്യം പറയടാ, സത്യം പറഞ്ഞാലോ നിന്നെയൊക്കെ വിടത്തോളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾ കുറേ തല്ലുവടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഒന്നും വിട്ടു പറയാനായിട്ട് രാജേട്ടനോ ജോസഫോ ഒന്നും കൂട്ടാക്കിയില്ല. ഒടുവിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ അങ്ങോട്ട് കയറി വന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജോസഫും രാജേട്ടനും ഒന്ന് ഞെട്ടിപ്പോയി. ശ്രീകാന്തോ, ഇത് വേദയുടെ സഹോദരനാണല്ലോ, അപ്പോൾ ഇവനാണോ ഈ കളിക്ക് പിന്നിൽ നിന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ചോദിച്ചു, എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഞാൻ വേദയുടെ സഹോദരനാണെന്ന് പറഞ്ഞു. ആ സമയത്ത് രാജേട്ടൻ പറഞ്ഞു, അല്ല നിങ്ങൾ എന്തിനാ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത് ചോദിച്ചു. സത്യം പറ, ആ വിക്രം എവിടേക്കാണ് പോയത്, അതുപോലെ തന്നെ ആ അനിയൻകുട്ടനെ വിളിച്ചുകൊണ്ടാണല്ലോ പോയേക്കുന്നത്, അവർ 3 പേരും എങ്ങോട്ടാണ് പോയെന്ന് സത്യം പറയുവാണെങ്കിൽ നിന്നെയൊക്കെ വെറുതെ വിടും, അല്ല നിന്നെയൊന്നും വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോസഫ് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കൊന്നാലും സത്യം തുറന്ന് പറയില്ല എന്ന് ഉള്ള ഉറപ്പിലായിരുന്നു അവർ. ഓഹോ, പറയത്തില്ലല്ലേ എന്നും പറഞ്ഞിട്ട് പോയി ഉപദ്രവിക്കുകയാണ്. നിനക്കൊക്കെ അറിയാം, നിൻ്റെയൊക്കെ കൺമുന്നിൽ നിന്നാണ് അവരെ രക്ഷപ്പെട്ടിരിക്കുന്നത്, അപ്പം നിങ്ങളും കൂടെ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു, അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾ പറയാമായിരുന്നല്ലോ. അപ്പോൾ പുളിക്കിൻ്റെ മരണത്തിന് പിന്നിൽ ഇവരാന്നുള്ളൊരു സന്ദേഹം ജോസഫിനും ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ശ്രീകാന്തും അതുപോലെ ചന്ദ്രശേഖരനൊക്കെ ആണോ അവിടേക്ക് വന്ന് പുളിക്കിനെ ഇല്ലാതാക്കിയത്, അത് കണ്ട് ഭയന്നിട്ടാണോ അനിയൻകുട്ടന് സ്വബോധം തന്നെ നഷ്ടപ്പെട്ടെ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും അനിയൻകുട്ടൻ ഇത്രമാത്രം ഭയക്കുന്നത്. വിക്രം പറഞ്ഞ സത്യമാണ്. കാരണം വിക്രമായിട്ട് ബന്ധപ്പെട്ട് ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം, അതുകൊണ്ടാണ് അനിയൻകുട്ടൻ ഇത്ര പേടിയെന്നുള്ള കാര്യം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് സമനില തെറ്റുന്ന പോലെ തോന്നി ജോസഫിനൊക്കെ. അവരെ കുറേ ഉപദ്രവിക്കുന്നുണ്ട്, പക്ഷേ അവർ സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതേ സമയത്ത് നന്ദിനി കാര്യങ്ങളൊക്കെ അറിയണം. വർഷ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയും ദിവസം വിക്രം എവിടെയാണ് ഒളിച്ച് താമസിച്ചിരുന്നറിയാവോ, ഈ വീട്ടിലായിരുന്നൊക്കെ പറഞ്ഞു. സത്യമാണോ വർഷേച്ചി പറയണമെന്ന് ചോദിച്ചു. ഞാനെന്തിനാ കള്ളത്തരം പറയണേ, വേദയും വിക്രവും കൂടെ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞു. പോയെന്നോ? നന്ദിനി പിന്നീട് അതാ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നേരെ കമലയുടെ അടുത്തേക്ക് എല്ലുവാണ്. കമലയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മരുമോൾ എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കമല ചോദിച്ചു, എന്താ നന്ദിനി? വിക്രം ഉണ്ടല്ലോ അമ്മയുടെ മോന്, ഇത്രയും ദിവസം എവിടെയാണ് താമസിച്ചതെന്ന് അറിയാവോ? ജഡ്ജിയുടെ വീട്ടിലാണ്, വേദയുടെ വീട്ടിലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടി കമല ചോദിച്ചു, വേദയുടെ വീട്ടിലോ? അതെ, ഇന്നവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വിക്രം വേദയും കൂടെ അവിടെ നിന്ന് എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലയ്ക്ക് ടെൻഷനായി. എൻ്റെ ഭഗവാനെ, എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടി. അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വന്നു. മാഷ് വന്നിട്ട് ചോദിച്ചു, എന്താ കമല, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. പിന്നീട് കാര്യം പറയണം. ഈ സമയം മാഷിന് ടെൻഷനായി. ഇനി പോകുന്ന വഴി അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവോ, പോലീസ് പിടികൂടുവോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രീജയും കൂടെ അങ്ങോട്ട് വന്നു. ശ്രീജ ആശ്വസിപ്പിച്ചു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, സമാധാനമായിട്ടിരിക്കുക, അവർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. ആ സമയം നന്ദിനി പറഞ്ഞു, എന്നാലും അവൾ ഇവിടുന്ന് വിക്രത്തിനെ പോലും വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ട് ഇത്ര പെട്ടെന്ന് അവനും അവളും കൂടെ സെറ്റായല്ലോ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീട് വിനായകൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പറയണം. വിനയേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേദ അങ്ങനെ പോകുന്നവളല്ലെന്ന് കണ്ടില്ലേ, വിക്രത്തിനെ സംരക്ഷിച്ച് പിടിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനായകൻ പറഞ്ഞു, നീ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകണ്ട, മനസ്സിലായല്ലോ, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയുന്നുണ്ട് നന്ദിനിയെ. പക്ഷെ നന്ദിനിക്ക്
എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. വേദ എങ്ങോട്ടായിരിക്കും വിക്രത്തിനെ കൂട്ടി പോയിരിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു. ഈ സമയത്ത് ശ്രീകാന്തും ചന്ദ്രശേഖരനും സിയയും കൂടി ചേരുവാണ്. പിന്നീട് അവർ പുതിയ പ്ലാൻ തയ്യാറാക്കുകയാണ്. എവിടെ പോയി ഒളിച്ചാലും വിക്രത്തിനും വേദയൊക്കെ പൊക്കണമെന്ന്. ആ അനിയൻകുട്ടൻ എന്ന് പറയുന്നവൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിക്കനെ കൊല്ലുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അകത്താവും എന്നുള്ള കാര്യം ശ്രീകാന്തിനറിയാം. അതുപോലെ തന്നെ ചന്ദ്രശേഖരനും എന്താണെങ്കിലും ഇടിവെട്ട് പണി തന്നെ കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോൾ വേദയ്ക്കും വിക്രത്തിനും ഒളിവ് കുറച്ച് ദിവസം കഴിയേണ്ടി വരും. പക്ഷേ ആ ഒളിവ് കഴിയുന്ന ഓരോ ദിവസം അതവരുടെ ഒരു ഹണിമൂൺ ട്രിപ്പാണ്. അവർ നല്ല തേയിലത്തോട്ടത്തിലൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ട്രിപ്പ് ചെയ്ത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.